ഹലോ ചേട്ടൻ ചേച്ചിമാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി സോൾവ് ചെയ്യാൻ പോകുന്നത് ഒരു 20 ക്വസ്റ്റ്യൻസ് 1857 റിവോൾട്ടെ പറ്റിയാണ്. ഈ ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മോഡേൺ ഹിസ്റ്ററിയുടെ പെർസ്പെക്റ്റീവിൽ. ഒരു 2-3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉറപ്പായി ഈ ചാപ്റ്ററിന്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഒരു 20 ക്വസ്റ്റ്യൻസ് ഉള്ള വേഗം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വിച്ച് ക്വീൻ took the title of Empress of India after 1857 revolt. 1857 റിവോൾട്ട് കഴിഞ്ഞിട്ട് ഏത് ക്വീനാണ് ടൈറ്റിൽ എടുത്തത് എംപ്രസ് ഓഫ് ഇന്ത്യ? ദ കറക്റ്റ് ആൻസർ ഈസ് ക്വീൻ വിക്ടോറിയ. ഇത് കാണാപ്പാടം പഠിക്കേണ്ടി വരും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ ഈസ് ക്വീൻ വിക്ടോറിയ. ഓക്കെ, അപ്പോൾ ഇതെന്താ നടക്കണേ, ഞാനൊരു ഡീറ്റെയിലിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കണ്ടേ, ഇത് നമ്മളുടെ ഇന്ത്യ. ഓക്കെ, ഇത് നമ്മളുടെ ഇന്ത്യ. ഓക്കെ, മനസ്സിലായില്ല, ഇത് നമ്മളുടെ ഇന്ത്യ. എന്നിട്ട് ഇമാജിൻ ഇതാണ് ആഫ്രിക്ക. ഓക്കെ, ഇതാണ് ആഫ്രിക്ക. ഇത്ര എന്തായാലും എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമ്മളുടെ അംബാനി പോയിട്ട് ഇവിടെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. ആഫ്രിക്കയിൽ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അംബാനിയുടെ ബിസിനസ് ഒത്തിരി സ്പീഡിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അംബാനി അവിടുത്തെ ഒരു രാജാവ് പോലത്തെ ആളായി. ടീക്കേ, അംബാനി അവിടുത്തെ രാജാവ് പോലത്തെ ആളായി. ഓക്കെ, ഇന്ത്യയിൽ ഭരിക്കുന്ന ആളാണ് നരേന്ദ്രമോദി. ഈസി, അത് എപ്പോഴും ഇപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചാൽ അംബാനിയുടെ അഗെയിൻസ്റ്റ് ഇവിടെ ആഫ്രിക്കയിലത്തെ ആൾക്കാർ പറഞ്ഞു നോക്കി ഈ ആൾ ഇവിടെ പറ്റില്ല എന്ന്. ഓക്കെ, അതൊരു ഭയങ്കര വയലൻറ്റ് റിവോൾട്ടായി. അതാണ് നമ്മളുടെ 1857 റിവോൾട്ട്. മനസ്സിലായ? അപ്പോൾ മോദിക്ക് ദേഷ്യം വന്നു. മോദിക്ക് പറഞ്ഞു कि നിങ്ങൾക്ക് ഇത് പറ്റില്ല, നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ അറിയില്ല, നിങ്ങൾ ബിസിനസ് മാനാ അംബാനി, നീ ബിസിനസ് മാനാ, നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ അറിയില്ല കൺട്രീനെ, നീ ഇവിടുന്ന് മാറിപ്പോ. അപ്പോൾ എന്താ ചെയ്തു, മോദി പേഴ്സണലി ഗ്യാരണ്ടി ചെയ്തു ഇനി തൊട്ട് ആഫ്രിക്കേനെ ഞാനാണ് മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മോദി ഇന്ത്യയുടെയും രാജാവായി ആഫ്രിക്കയുടെയും രാജാവായി. അതാണ് സെയിം സീൻ നമ്മളുടെ യൂറോപ്പും ബ്രിട്ടീഷും ഇന്ത്യയുടെ പറ്റി. അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രിട്ടീഷ് എന്ന് വിചാരിച്ചാൽ. ഓക്കെ, ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന് വിചാരിച്ചാൽ. എന്നിട്ട് ഇതാണ് നമ്മളുടെ ഇന്ത്യ. ഓക്കെ, ഇവിടുന്ന് ബ്രിട്ടനിൽ നിന്ന് നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ വെറും ബിസിനസ് മാൻ ആയിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്ലോലി ഈസ്റ്റ് ഇന്ത്യ കമ്പനി മുഴുവൻ ഇന്ത്യനെ കോൺകർ ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഗെയിൻസ്റ്റ് ഒത്തിരി റൂളേഴ്സ്, ഒത്തിരി ആൾക്കാർ അഗെയിൻസ്റ്റായി. എന്നിട്ട് 1857 റിവോൾട്ടായി. ഒത്തിരി ആൾക്കാർ ചത്തു. എന്നിട്ട് അഞ്ഞാലും ഈസ്റ്റ് ഇന്ത്യ കമ്പനി സം ഹൗ മാനേജ് ടു വിൻ. ഓക്കെ, എങ്ങനെയും ജയിച്ചു. അപ്പോൾ അവിടുത്തെ ബ്രിട്ടൻ്റെ ക്വീൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങനെ പറ്റില്ല, ഇത് പറ്റില്ല, അത് നിങ്ങളുടെ മണ്ടത്തരം കാരണം ഇവിടുത്തെ ആൾക്കാർ നിങ്ങളുടെ അഗെയിൻസ്റ്റ് റിവോൾട്ട് ചെയ്തത്, ഇനിയിപ്പോൾ ഇത് പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് പോ, ഇനി ഞാൻ ഇവിടുന്ന് പേഴ്സണലി ഞാനിനി മാനേജ് ചെയ്യാൻ പോകുന്നത്. അതാണ് ക്വീൻ വിക്ടോറിയ ചെയ്തത്. ഓക്കെ, ക്വീൻ വിക്ടോറിയ പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടുന്ന് പോ, ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി പോ, ഇനി ഡയറക്റ്റ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യനെ മാനേജ് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ദ ക്വീൻ ആയിരുന്നു ക്വീൻ വിക്ടോറിയ. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഇസ് ക്വീൻ വിക്ടോറിയ. ഓക്കെ, ഇനി നമ്മൾക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വെൻ വാസ് ദ ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് പാസ്ഡ്? ഓക്കെ, ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ചേട്ടൻ ചേച്ചിമാർ വല്ലവരും എയിം ചെയ്യണമെങ്കിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, RRBയുടെ പെർസ്പെക്റ്റീവിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 1857 റിവോൾട്ട് കഴിഞ്ഞിട്ട് എന്താ പറ്റിയെന്നറിയോ? 1857 റിവോൾട്ട് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു ഫീലിംഗ് ആക്കി നമ്മൾ ഇന്ത്യൻസിനെ ഇൻക്ലൂഡ് ചെയ്യണില്ല അഡ്മിനിസ്ട്രേഷനിൽ. അത് കാരണം ഈ റിവോൾട്ട് ആയത് 1857 റിവോൾട്ട്. അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾക്ക് കുറച്ച് ബെസ്റ്റ് ഓഫീസേഴ്സിനെ സെലക്ട് ചെയ്യാം, ഇന്ത്യയിൽ നിന്നും ആസ് വെൽ ആസ് ബ്രിട്ടനിൽ നിന്നും. അവർ ഇന്ത്യനെ മാനേജ് ചെയ്യും. അപ്പോൾ ഈ ആക്ട് ആയിരുന്നു 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. ഓക്കെ, ഇന്ത്യൻ കൗൺസിൽ ആക്ട്. അതിൽ ഒരു കണ്ടീഷനാണ് कि ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു എക്സാം കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം കണ്ടക്ട് ചെയ്യും. ആ എക്സാമിൽ ആരെ പാസ്സാവുക അവർ ഇന്ത്യനെ മാനേജ് ചെയ്യും, ഇന്ത്യനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും. ആ എക്സാം എപ്പോഴും നടക്കുന്നുണ്ട്. ഓക്കെ, അതാണ് എപ്പോൾ നടക്കുന്നത് UPSC എന്ന് പറഞ്ഞിട്ട്.
മനസ്സിലായ? ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസറാണ് 1867. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഇസ് 1861. ഐ എം സോറി, 1861. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആങ്കേർഡ് ദീസ് റൂളർ. ഓക്കെ, ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറഞ്ഞാൽ എന്തുട്ടാണെന്നറിയാം? ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ഇത് നമ്മൾ മുമ്പിൽ പഠിച്ചിട്ടുണ്ടാവും 8ാം ക്ലാസ്സിലൊക്കെ. ഓക്കെ, സോ ഒരു ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു, ലോർഡ് ഡെൽഹൌസി. ലോർഡ് ഡെൽഹൌസി. ഓക്കെ, ഈ ആളുടെ തലയിൽ ഒരു സാധനം മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഈ ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ്യം എങ്ങനെയും ഫുള്ളായിട്ട് എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ ഫുള്ളായിട്ട് ബ്രിട്ടീഷ് രാജ്യം എക്സ്പാൻഡ് ചെയ്യണം. അതായിരുന്നു ഡെൽഹൌസിയുടെ പണി. അയാളുടെ തലയിൽ ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, എക്സ്പാൻഷൻ 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 എക്സ്പാൻഷൻ. എന്നിട്ട് ഏതെങ്കിലും കച്ചറ തകര പ്ലാൻ വെച്ചിട്ട് അയാൾ അവിടുത്തെ സ്മോൾ റൂളേഴ്സിനെ ബ്രിട്ടീഷ് എംപയറിൽ അങ്ങോട്ട് ചേർക്കും. തോ ആ സമയത്ത് 1857 മുമ്പിൽ നമ്മളുടെ ഇന്ത്യ ഉണ്ടായിരുന്നില്ലേ, ആ ഇന്ത്യ ഒത്തിരി ചെറിയ ചെറിയ റൂളേഴ്സ്, ഓക്കെ, ഒത്തിരി ചെറിയ ചെറിയ റൂളേഴ്സ് മാനേജ് ചെയ്യായിരുന്നു. ഓക്കെ, ഇവിടെ റൂളർ ഉണ്ടായിരുന്നു, ഇവിടെ റൂളർ ഉണ്ടായിരുന്നു, ഇവിടെ റൂളർ ഉണ്ടായിരുന്നു, ഇവിടെ റൂളർ ഉണ്ടായിരുന്നു. അപ്പോൾ ടെക്നിക്കലി ഈ റൂളേഴ്സ് ബ്രിട്ടീഷേഴ്സിൻ്റെ അഗെയിൻസ്റ്റ് അല്ലായിരുന്നു, ന്യൂട്രൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ദേ വർ നോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷേഴ്സ്, ദേ വർ ന്യൂട്രൽ. പക്ഷേ സ്ലോലി ജബ് ലോർഡ് ഡെൽഹൌസി വന്നു, അയാൾ പറഞ്ഞു ഇനി ഇത് പറ്റില്ല. ഓക്കെ, ഈ ഫുൾ ഇന്ത്യ ഇനി ബ്രിട്ടീഷേഴ്സിനാണ്, ബ്രിട്ടീഷേഴ്സ് ഫുൾ ഇന്ത്യനെ മാനേജ് ചെയ്യും ഇനി തൊട്ട്. അപ്പോൾ ഒരു കണ്ടീഷൻ ലോർഡ് ഡെൽഹൌസി ഉണ്ടാക്കി. ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യൻ റൂളർ ഉണ്ട്. ഓക്കെ, ഞാൻ പെൻ ശരിയാക്കട്ടെ. ഓക്കെ, ഒരു ഇന്ത്യൻ റൂളർ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, ഒരു ഇന്ത്യൻ റൂളർ ഉണ്ട്. അവൻ്റെ ഒരു പുത്രൻ ഉണ്ടായില്ല, അവന് സൺ ഉണ്ടായില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ അവന് സൺ ഉണ്ടായില്ല. ഓക്കെ, ഡോട്ടേഴ്സ് ഉണ്ടായാൽ കുഴപ്പമില്ല, പക്ഷെ സൺ ഉണ്ടാവില്ല. ക്യോങ്കി സൺ ആണ് യൂഷ്വലി കിങ് ആവുന്നത് ആ സമയത്ത്. ഓക്കെ, സൺ ഇല്ലെങ്കിൽ ആ റൂളറുടെ ഏതെങ്കിലും കിങ്ഡം ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളുടെ ഇന്ത്യ. എന്നിട്ട് ഇവിടെ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, ഝാൻസി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, റാണി ലക്ഷ്മിബായി ഓഫ് ഝാൻസി, അതറിയാലോ. അപ്പോൾ കണ്ടീഷൻ ഇതായിരുന്നു, അഗർ ഇഫ് ഇന്ത്യൻ റൂളേഴ്സിൻ്റെ പുത്ര ഉണ്ടാവില്ല, സൺ ഉണ്ടാവില്ലെങ്കിൽ ആ കിങ്ഡം ബ്രിട്ടീഷേഴ്സിൻ്റെ കയ്യിൽ പോവും. ഓക്കെ, അതാണ് പറയുക ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അപ്പോൾ ഇതുപോലെ ഝാൻസി പോലെ 2-3 കിങ്ഡം ഉണ്ടായിരുന്നു. ഒരെണ്ണമാണ് അവധ് കിങ്ഡം. ഓക്കെ, അവധ് കിങ്ഡം. പിന്നെ മറാഠ എംപയറിൻ്റെ ഒരു ചെറിയൊരു പാർട്ട്, മറാഠ എംപയറിൻ്റെ ചെറിയൊരു പാർട്ട്. എന്നിട്ടാണ് ലാസ്റ്റാണ് ഝാൻസി. ഓക്കെ, ഇത് 3 കിങ്ഡംസ്, അവധ്, മറാഠ എംപയറിൻ്റെ ചെറിയൊരു പാർട്ട്, എന്നിട്ട് ഝാൻസി. മറാഠ എംപയറിനെ മാനേജ് ചെയ്യുന്നതായിരുന്നു നാനാ സാഹിബ്. ഓക്കെ, നാനാ സാഹിബ് ടെക്നിക്കലി ദ ലാസ്റ്റ് ഓഫ് പേഷ്വയുടെ പറ്റി അതിനി വേറെ ലെക്ചറിൽ നോക്കാം. പക്ഷേ ആ സമയത്ത് മറാഠ എംപയറിനെ മാനേജ് ചെയ്യുന്നതാണ് നാനാ സാഹിബ്. ഓക്കെ, മറാഠ എംപയർ പാർട്സ് ഓഫ് മഹാരാഷ്ട്ര ആ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നാനാ സാഹിബ് ടെക്നിക്കലി വാസ് ആൻ അഡോപ്റ്റഡ് സൺ. ഓക്കെ, ടെക്നിക്കലി ഹി വാസ് ആൻ അഡോപ്റ്റഡ് സൺ. അവധിലും ഇങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായി. അവിടെയാണ് റൂളർ ബേഗം ഹസ്രത് മെഹൽ. ഓക്കെ, ബേഗം ഹസ്രത് മെഹൽ. എന്നിട്ട് ഇവിടെ ഝാൻസിയിലാണ് റാണി ലക്ഷ്മിബായി. ഓക്കെ, അവളുടെ ശരിക്കും പേരാണ് മണികർണിക. എനിവേ, റാണി ലക്ഷ്മിബായി. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ടെക്നിക്കലി സെയിം ഇഷ്യൂ ആയിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. ഇവരിനോട് പറഞ്ഞു कि നിങ്ങളുടെ കയ്യിൽ സ്വന്തം സന്തതിയില്ല, സ്വന്തം പുത്രനില്ല, സ്വന്തം സണ്ണില്ല, അപ്പോൾ നിങ്ങളുടെ കിങ്ഡം ഇനി ഞങ്ങളുടെ ബ്രിട്ടീഷേഴ്സിൻ്റെ ആയി കഴിഞ്ഞു. അപ്പോൾ ഇവർക്കത് പറ്റിയില്ല, സമ്മതമല്ലായിരുന്നു, ആർക്കെങ്കിലും പറ്റില്ല. ഇതെന്തൊട്ട് റൂളാ? അപ്പോൾ അവർ റിവോൾട്ട് ചെയ്തു. ഓക്കെ, അതിനെയാണ് പറയാണ് അതിന് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾക്ക് ഇത് നോക്കാം. ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ആങ്കേർഡ് ദീസ് റൂളേഴ്സ്. ഫസ്റ്റ് ആയിരുന്നു റാണി ഓഫ് ഝാൻസി. ഓക്കെ, ദെനാണ് നാനാ സാഹിബ്, ആൻഡ് ദ തേർഡ് ആണ് ബേഗം ഹസ്രത് മെഹൽ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബവ്. ഓക്കെ, ഇനി നമ്മൾക്ക് ക്വസ്റ്റ്യൻ 4 നോക്കാം. വാട്ട് ചേഞ്ചസ് ഡിഡ് ദി ആക്ട് ഓഫ് 1858 brought to the ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഓക്കെ, ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തു, ഫസ്റ്റിൽ തന്നെ ഡിസ്കസ് ചെയ്തു कि
ബ്രിട്ടീഷ് ക്വീൻ പറഞ്ഞു നിങ്ങൾക്ക് ഇന്ത്യനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇന്ത്യനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യായിരുന്നു ആ സമയത്ത് 1857 മുമ്പിൽ. ഓക്കെ, 1857 വരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു ഇന്ത്യനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രിട്ടീഷ് 1857 റിവോൾട്ട് കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ ചത്തു. ബോത്ത് ബ്രിട്ടീഷ് സൈഡ് ആൻഡ് ഇന്ത്യൻ സൈഡിൽ ഒത്തിരി ആൾക്കാർ ചത്തു. അപ്പോൾ ജയിച്ചത് ബ്രിട്ടീഷേഴ്സ് തന്നെയാണ്. പക്ഷേ ബ്രിട്ടീഷേഴ്സ് വിചാരിച്ചു ഇത് ഈ മണ്ടന്മാർക്ക് ഇന്ത്യനെ മാനേജ് ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, ദേ ആർ ബിസിനസ് മാൻ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫുൾ ബിസിനസ് മാൻകാരാണ്, അവർക്ക് ഇന്ത്യനെ മാനേജ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഇനി തൊട്ട് ബ്രിട്ടീഷ് ക്രൗൺ, ഓക്കെ, ആ സമയത്ത് മൊണാർക്കി ആയിരുന്നു, എപ്പോഴും മൊണാർക്കി തന്നെയാണ് ബ്രിട്ടീഷ്. ഓക്കെ, ആ സമയത്ത് മൊണാർക്കി ഹെഡഡ് ബൈ ക്വീൻ വിക്ടോറിയ ഡിസൈഡ് ചെയ്തത് ഇനി തൊട്ട് ഞങ്ങളനി ഇന്ത്യനെ മാനേജ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ മണ്ടന്മാരാ, നിങ്ങൾക്ക് ഒരു തേങ്ങ അറിയില്ല. ഓക്കെ, അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ്, ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്? പവർ ടു ഗവൺ ഇന്ത്യ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ബ്രിട്ടീഷ് ക്രൗൺ. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഈസ് പവർ ടു ഗവൺ ഇന്ത്യ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം ബ്രിട്ടീഷ്. ഇതാണ് ആക്ച്വലി കുറച്ച് തെറ്റായി എഴുതി വെച്ചേക്കണേ. ഓക്കെ, ദ ഫസ്റ്റ് ആൻസർ ആണ് പവർ ടു ഗവൺ ഇന്ത്യ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ബ്രിട്ടീഷ് ക്രൗൺ. ഇത് എന്നിട്ടുണ്ട് ഫോർ സം റീസൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് വന്നില്ല. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഈസ് പവർ ടു ഗവൺ ഇന്ത്യ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ബ്രിട്ടീഷ് ക്രൗൺ. ഇതാണ് നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പ്രാവശ്യം ഉണ്ടാക്കട്ടെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ കയ്യിൽ നിന്ന് പോയി ബ്രിട്ടീഷ് ക്രൗണിലോട്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, the rebel leaders declared him as the leader of revolt in 1857. ഓക്കെ, ഇതൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം മുഗൾസ് ഒരു ടൈമിൽ ഇന്ത്യനെ ഫുൾ കവർ ചെയ്തതായിരുന്നു. ഓക്കെ, മിക്കവാറും ഫുൾ ഇന്ത്യനെ എക്സെപ്റ്റ് കേരള, പാർട്സ് ഓഫ് കേരള ആൻഡ് തമിഴ്നാടു, മിക്കവാറും ഫുൾ ഇന്ത്യനെ മുഗൾസ് ആയിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത്. നിയർലി ഫോർ 300 to 400 years. ഓക്കെ, ഫ്രം 300-400 എന്ന് പറയാൻ പറ്റില്ല, 300 എന്ന് പറയാൻ പറ്റും. ഓക്കെ, നിയർലി 1528 to 1857 വരെ ബ്രിട്ടീഷേഴ്സ് മുഗൾ എംപയർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു ഐഡിയ ഉണ്ട് ഈ ഫുൾ മുഗൾ എംപയർ ഫ്രം ഇൻഡസ് ടു നിയർലി മധുറായി വരെ മുഗൾ റൂളായിരുന്നു. ഓക്കെ, നമ്മൾക്കൊന്ന് നോക്കാം ശരിക്കും അസലായിട്ട്. ഇതാണ് നമ്മളുടെ കശ്മീർ. ഓക്കെ, ഞാനൊരു ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കട്ടെ, അപ്പോൾ നമ്മൾക്കൊരു റഫ് ഐഡിയ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്ത്യ. സോറി, കുറച്ച് ബാഡ് പിക്ചറായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇത് ഫുൾ ഇന്ത്യ ഒരു സമയത്ത് മുഗൾസിൻ്റെ അണ്ടറിലായിരുന്നു. 1857 എത്തി. ഓക്കെ, ഈ ഒരു കുറച്ചൊരു ഏരിയ, ഡൽഹിയുടെ പാർട്ടിലൊരു കുറച്ചൊരു ഏരിയയിൽ മാത്രമാണ് മുഗൾ റൂളർ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മുഗൾ റൂളറായിരുന്നു ബഹാദൂർ ഷാ സഫർ. ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യനാണ്, ബഹാദൂർ ഷാ സഫർ. ഓക്കെ, അപ്പോൾ എന്താ പറ്റിയേ, 1857 മീററ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഓക്കെ, യു പിയിൽ മീററ്റിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുന്ന് റെബൽ സോൾജേഴ്സ് ഇവിടുന്ന് മീററ്റിൽ നിന്ന് പോയി അണ്ടിട്ട് ഡൽഹി വരെ എത്തി. അണ്ടിട്ട് ഡിക്ലെയർ ചെയ്തു ഇനി തൊട്ട് ബ്രിട്ടീഷേഴ്സ് ഇന്ത്യ ഭരിക്കില്ല, ഇന്ത്യനെ ഭരിക്കാൻ പോകുന്നതാണ് ശരിക്കും ടെക്നിക്കലി ബഹാദൂർ ഷാ സഫർ. ഓക്കെ, ഇന്ത്യനെ ഭരിക്കുന്നതാണ് ബഹാദൂർ ഷാ സഫർ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ദ റെബൽസ് ഡിക്ലെയർഡ് ഹിം ആസ് ദ ലീഡർ ഓഫ് റിവോൾട്ട് ഇൻ 1857. അതാണ് ബഹാദൂർ ഷാ സഫർ. ഓക്കെ, നമ്മൾക്ക് മാർക്ക് ചെയ്യാം ബഹാദൂർ ഷാ സഫർ. ഓക്കെ, ദെൻ വി ഹാവ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. During the initial stages of revolt of 1857, who was declared as the Nawab of Awadh? അപ്പോൾ നവാബിൻ്റെ പറ്റി നമ്മൾ അവധിൻ്റെ പറ്റി കുറച്ച് നേരം മുമ്പിൽ വർത്തമാനം പറഞ്ഞതായിരുന്നു. നവാബ് ഓഫ് അവധ് അവധിനെ റൂൾ ചെയ്യുന്ന ആളായിരുന്നു ബേഗം ഹസ്രത് മഹൽ. ഓക്കെ, ബേഗം ഹസ്രത് മഹലിൻ്റെ മോൻ, ടെക്നിക്കലി മോൻ എന്ന് പറയാൻ പറ്റും, അതാണായിരുന്നു ബിർജിസ് ഖാദ്രി. ഓക്കെ, ബിർജിസ് ഖാദ്രി, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബിർജിസ് ഖാദ്രി ആയിരുന്നു ടെക്നിക്കലി ആ സമയത്ത് അവധ് അത്ര ചെറിയൊരു മനുഷ്യനായിരുന്നു. ചെറിയെന്ന് വെച്ചാൽ അത്ര ഏജ് അതിൻ്റെ അപ്പോൾ ഈ ആളായിരുന്നു ടെക്നിക്കലി ആ സമയത്ത് റൂളർ. അപ്പോൾ ബ്രിട്ടീഷേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്തില്ല നീ റൂളർ അല്ല എന്ന്. ഓക്കെ, അത് കാരണമായിരുന്നു അവധ് റിവോൾട്ട് ചെയ്തത്.
So the correct answer is Nawab of Awadh ആ സമയത്തായിരുന്നു ബിർജിസ് ഖാദ്രി. ഓക്കെ, ഹി വാസ് ഡിക്ലെയർഡ് ആസ് ദ നവാബ് ഓഫ് അവധ്, ബിർജിസ് ഖാദ്രി. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ക്യാപ്ചർഡ് ഝാൻസി ഫ്രം റെബൽസ്? ഓക്കെ, ഹ്യൂ ഗ്രോസ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് വേണമെങ്കിൽ പഠിച്ചോ, അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ല. ഹ്യൂ ഗ്രോസ് ഇത് ഇമ്പോർട്ടൻറ്റ് ഇസ്ലിയാണ് ഇട്ടത്, ഞാൻ ഇതിലെയാണ്. റീസൺ എന്താണ്? ക്യോങ്കി ഹ്യൂ ഗ്രോസിനെ പറ്റി കുറച്ച് സ്റ്റോറീസ് ഉണ്ട്, കുറച്ച് മോഡേൺ ഹിസ്റ്ററിയുടെ പെർസ്പെക്റ്റീവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആളാണ്. ഓക്കെ, ഝാൻസി ക്യാപ്ചർ ചെയ്തത് റാണി ലക്ഷ്മിബായിയുടെ കയ്യിൽ നിന്ന് ആണ്, പേഴ്സൺ കോൾഡ് ആസ് ഹ്യൂ ഗ്രോസ്. ഓക്കെ, ഹ്യൂ ഗ്രോസ്. വേർ വാസ് ബഹാദുർ ഷാ സഫർ ക്യാപ്ചർഡ്? ഓക്കെ, ഞാൻ കുറച്ച് നേരം മുമ്പിൽ പറഞ്ഞത് ഈ ബഹാദുർ ഷാ സഫറിൻ്റെ റൂൾ ഡൽഹിയുടെ കുറച്ച് ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയി. ഏർലിയർ ജഹാംഗീർ, ഔറംഗസേബിൻ്റെ സമയത്ത് ഫുൾ ഇന്ത്യ മുഗൾസിൻ്റെ കയ്യിലായിരുന്നു. ബഹാദുർ ഷാ സഫറിൻ്റെ എത്തി ആ സമയത്ത് എത്തി ഡൽഹി മാത്രം, നിയർലി ഡൽഹിന്നും ഫുൾ പറയാൻ പറ്റില്ല, ഡൽഹിയുടെ കുറച്ച് പാർട്ടിൽ മാത്രം മുഗൾ റൂൾ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അൺടിൽ 1857 ബഹാദുർ ഷാ സഫർ വാസ് ഡിഫീറ്റഡ്. ഓക്കെ, ആൻഡ് ബ്രിട്ടീഷേഴ്സ് ക്യാപ്ചർഡ് ഹിം ഫ്രം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഹുമായൂൺസ് ടൂം. അവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഹുമായൂൺസ് ടൂം. ഓക്കെ, ഡൽഹിയിൽ തന്നെ. അവിടുന്ന് ബഹാദുർ ഷാ സഫറിനെ പിടിച്ചു. ബഹാദുർ ഷാ സഫർ ഒളിക്കുകയായിരുന്നു. ഓക്കെ, അയാൾ ഡിഫീറ്റഡ്. അയാൾ ഭയങ്കര ഒരു പാവം മനുഷ്യനാണെന്ന് പറയാൻ പറ്റും, ഭയങ്കര പാവം മനുഷ്യൻ. അയാൾക്ക് പോയട്രിയിൽ മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അണ്ട് 1857 സമയത്ത് ഒരു ഓൾഡ് മാൻ ആയിരുന്നു. ഓക്കെ, നിയർലി ഹി വാസ് 60 to 70 years old. അയാൾക്ക് ടെക്നിക്കലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല 1857 റിവോൾട്ടിൽ. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹുമായൂൺസ് ടൂം. ഓക്കെ, ഇനി നമ്മൾക്ക് നോക്കാം 9ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇൻഫൻട്രി ഡിവിഷൻ refused to use the newly introduced rifle? നമ്മൾ 8ാം ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ട് ഒരു എൻഫീൽഡ് റൈഫിൾ എന്ന് പറഞ്ഞിട്ടൊരു റൈഫിൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇവർ ബ്രിട്ടീഷേഴ്സ്. അപ്പോൾ മുസ്ലിംസും ഹിന്ദുസിനും ഇത് പറ്റില്ല, പോർക്കിൻ്റെ ഗ്രീസുള്ള സാധനങ്ങൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഗണ്ണിൽ ആ റൈഫലിൽ കാട്ടേജ് കയറ്റുന്നുണ്ടോ? കാട്ടേജ് എങ്ങനെ കയറ്റാമെന്നറിയോ? നമ്മളുടെ ഗണ്ണുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ കാട്ടേജ് എന്ന് വെച്ചാൽ ബുള്ളറ്റ് കയറ്റുന്നതിന് മുമ്പിൽ നമ്മൾക്ക് കാട്ടേജ് ഇങ്ങനെ കീറണം, അത് കഴിഞ്ഞിട്ട് കയറ്റേണ്ടി വരും. ഓക്കെ, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കീറുന്ന സമയത്ത് അവിടെ ഒരു ഓയിൽ ഉണ്ടായിരുന്നു. ഓയിൽ ടെക്നിക്കലി പോർക്കും കൗഡ ഓയിൽ കൊണ്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു അവിടുത്തെ കോൺസ്പൈറസി. അപ്പോൾ എന്തായി, അവിടുത്തെ സിപ്പോയ്സ് ഉണ്ട്, ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ്, ദി സെഡ് ദാറ്റ് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ റെജിമെൻ്റ് ആയിരുന്നു 19th ബംഗാൾ ഇൻഫൻട്രി. ഓക്കെ, 19th ബംഗാൾ ഇൻഫൻട്രി. ഓക്കെ, ദെൻ we have the 10th question. Mangal Pandey killed his superiors in this place, thus igniting the revolt. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. റിവോൾട്ട് ടെക്നിക്കലി സ്റ്റാർട്ട് ആയതാണ് ബാരക്പൂരിൽ. ഓക്കെ, ബാരക്പൂരിൽ സ്റ്റാർട്ട് ചെയ്തത് മംഗൾ പാണ്ഡെ എന്താ ചെയ്തത്? മംഗൾ പാണ്ഡെ പറഞ്ഞു, എനിക്ക് ഇത് പറ്റില്ല, ഞാനിത് കാട്ടേജസ് കീറാൻ പറ്റില്ല, എനിക്കിത് പറ്റില്ല. ഓക്കെ, എന്നിട്ട് അത് ഒരു ഹല്ലബുല്ലയായി. എന്നിട്ട് ദേശത്തിൽ എന്ത് റീസണിൽ മംഗൾ പാണ്ഡെ അവിടുത്തെ സുപ്പീരിയേഴ്സിനെ കൊന്നു. എന്നിട്ട് ഹി വാസ് ഹാങ്ഡ്. ഓക്കെ, സോ ആ ഏരിയനെ പറയാണ് ബറക്പൂർ. ഓക്കെ, ബറക്പൂർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ബറക്പൂർ. ഓക്കെ, 11th question. Rebels from this place marched towards Delhi. ഓക്കെ, അപ്പോൾ റെബലിയൻ സ്റ്റാർട്ടായി 1857 റെബലിയൻ സ്റ്റാർട്ടായി. എന്നിട്ട് സ്ലോലി എന്താ പറ്റിയെന്നറിയോ? മീററ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, മീററ്റ് UP-യിലാണ്, കുറച്ച് ഐഡിയ ഉണ്ടാവും. മീററ്റിലത്തെ റെബൽസ് ഡിസൈഡ് ചെയ്തു നമ്മൾക്ക് ഡൽഹി പോവാം, അവിടെ നമ്മൾക്ക് ബഹാദുർ ഷാ സഫറിനെ കൺവിൻസ് ചെയ്യാം നിങ്ങൾ ഇന്ത്യയുടെ റൂളർ ആവുക. ഓക്കെ, സോ ദി കറക്റ്റ് ആൻസർ ഈസ് ദ റെബൽസ് മാർച്ച് ഫ്രം മീററ്റ് ടുവേർഡ്സ് ഡൽഹി. ഓക്കെ, ഇത് കാണാൻ പാഠം പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 12th. ദ റിവോൾട്ട് ലീഡർ ഓഫ് ബറേലി. ഓക്കെ, ദ റിവോൾട്ട് ലീഡർ ഓഫ് ബറേലി വാസ് ഖാൻ ബഹാദുർ ഖാൻ. ഓക്കെ, ഓപ്ഷൻ എ, ഖാൻ ബഹാദുർ ഖാൻ. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൂ ലെഡ് ദ റിവോൾട്ട് ഇൻ ഫൈസാബാദ്? ഓക്കെ, ഫൈസാബാദിൽ ഏത് ആളായിരുന്നു റിവോൾട്ട് ചെയ്തത് ബ്രിട്ടീഷേഴ്സിൻ്റെ അഗെയിൻസ്റ്റ്? അതാണ് മൗലവി അഹമ്മദുല്ല. ഓക്കെ, ഇതും കാണാപ്പാടം പഠിക്കേണ്ടി വരും. ഓക്കെ, ദെൻ വി ഹാവ് ദ 14th question.
കുൻവാർ സിംഗ് ലെഡ് ദ ചാർജ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ് ഫ്രം ദിസ് പ്ലേസ്. ഓക്കെ, കുൻവാർ സിംഗ് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് റെബൽ ലീഡർ ആയിരുന്നു. ആൻഡ് ഹീ ലെഡ് ദ ചാർജ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ് ഇൻ എ പ്ലേസ് കോൾഡ് ആസ് ജഗ്ദീഷ്പൂർ. ഓക്കെ, ജഗ്ദീഷ്പൂർ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആയിരുന്നു 1857 റിവോൾട്ടിൽ. കുൻവാർ സിംഗ് ടെക്നിക്കലി ഒരു ജമീന്ദാറായിരുന്നു, അവൻ റൂളർ അല്ലായിരുന്നു. കുൻവാർ സിംഗ് ദ സീൻ എന്തായിരുന്നു, അവൻ ജമീന്ദാറായിരുന്നു, പക്ഷേ അവൻ്റെ ഫ്രണ്ട്സും അവൻ്റെ ആൾക്കാർ പറഞ്ഞു കി നീ ലീഡറാവ്, ഞങ്ങളുടെ ലീഡറാവ്, എന്നിട്ട് ബ്രിട്ടീഷേഴ്സിനെ റെസിസ്റ്റ് ചെയ്യുക. അവൻ എന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ടെക്നിക്കലി വാസ് ദ വേർസ്റ്റ് എനിമി ഓഫ് ദ ബ്രിട്ടീഷേഴ്സ്. അവൻ വെറുതെ അത്രയൊന്നും വിചാരിച്ചില്ല ഇത്ര വലിയ ആളാവുന്നു, പക്ഷേ അവൻ ബിൽക്കുൽ പറയില്ലേ നമ്മൾ മാസ്റ്റർ മൈൻഡ്. ഓക്കെ, ഹി വാസ് റിയലി ടഫ് ഒപ്പോണൻറ്റ് ഫോർ ദ ബ്രിട്ടീഷേഴ്സ്. സോ ആ ഏരിയ ആയിരുന്നു ജഗ്ദീഷ്പൂർ. ഓക്കെ, ജഗ്ദീഷ്പൂർ. ഓക്കെ, ദെൻ വി ഹാവ് ദ 15th ക്വസ്റ്റ്യൻ. ദ റിവോൾട്ട് ഇൻ കാൺപൂർ വാസ് ലെഡ് ബൈ. നമ്മൾ നാനാ സാഹിബിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാനാ സാഹിബ് ലെഡ് ദ റിവോൾട്ട് ഇൻ കാൺപൂർ. കാൺപൂർ ഒരു ഏരിയ ആണ് യു പിയിൽ. സോ ദി കറക്റ്റ് ആൻസർ ഇസ് നാനാ സാഹിബ്. ഓക്കെ, ദെൻ വി ഹാവ് ദ 16th ക്വസ്റ്റ്യൻ. വിച്ച് ആക്ട് അലൗഡ് ക്രിസ്ത്യൻ മിഷണറീസ് ടു പ്രൊപ്പഗേറ്റ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ. നമ്മൾക്കൊരു ഡെഫിനറ്റ് ഐഡിയ ഉണ്ട്, ബ്രിട്ടീഷേഴ്സ് ക്രിസ്ത്യൻസ് ആയിരുന്നു. ക്രിസ്ത്യൻ മിഷണറീസ് ഉണ്ട്, അവരുടെ റൂളാണ് ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ക്രിസ്ത്യാനിറ്റി. ഒരു ആക്ട് ഉണ്ടായിരുന്നു 1830 ആക്ട്, 1813. ഓക്കെ, 1813 ആക്ട് അത് അലൗഡ് ചെയ്തായിരുന്നു. ഓക്കെ, ദിസ് ആക്ട് അലൗഡ് ക്രിസ്ത്യൻസ്. ഓക്കെ, 1830 ആക്ട്. ദിസ് ആക്ട് അലൗഡ് ക്രിസ്ത്യൻസ് ടു ഗോ ടു ഡിഫറെൻറ്റ് പ്ലേസസ് ആൻഡ് proselytize Christianity. Okay, propagate Christianity. So the correct answer is the Act of 1813. നമ്മൾക്കത് മാർക്ക് ചെയ്യാം, Act of 1813. Okay, then we have the 17th question. A book written by V.D. Savarkar. Okay, V.D. Savarkar ഒരു കോൺട്രവേഴ്ഷ്യൽ ഫെല്ലോ ആണ്, ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എന്തായാലും പക്ഷേ ഇയാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, V.D. സാവർക്കർ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ടെക്നിക്കലി മോസ്റ്റ് ബ്രിട്ടീഷേഴ്സ് പറയുന്നത് ഇതൊരു റിവോൾട്ടായിരുന്നു. ഓക്കെ, നമ്മൾക്ക് റിവോൾട്ടും ഇൻഡിപെൻഡൻസിനും മേലെ ഡിഫറൻസ് കുറച്ച് അറിയേണ്ടി വരും. ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ നമ്മൾ ടോട്ടലി പറയുകയാണ് കി ഞാൻ ഫ്രീ ആണ്. റിവോൾട്ട് അതല്ല. റിവോൾട്ട് ടെക്നിക്കലി പറയുക കി എനിക്ക് നിന്നെ ദേഷ്യ, ഓക്കെ, ഞാൻ നിൻ്റെ അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ പോവാണ്, പക്ഷേ നീ കുറച്ച് എൻ്റെ ടേംസ് സംബന്ധിച്ചാൽ ഞാൻ നിന്നെ നമുക്ക് പിന്നെ ഫ്രണ്ട്സ് ആവാം. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ കി ഞാൻ ടോട്ടലി നിൻ്റെ കയ്യിൽ നിന്ന് ഫ്രീ ആണ്. മനസ്സിലായ? V.D. സാവർക്കറുടെ പെർസ്പെക്റ്റീവാണ് കി 1857 വാസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, പക്ഷേ മെനി ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് അഗ്രി ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഇത് വെറും ഒരു റിവോൾട്ടായിരുന്നു. അത് ഒരു മാറ്റർ ഓഫ് പെർസ്പെക്റ്റീവാണ്. നിങ്ങൾ ഹിസ്റ്ററി സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവും കി ഇത് റിവോൾട്ടായിരുന്നോ ഇൻഡിപെൻഡൻസ് വാർ ആയിരുന്നോ. എൻ്റെ പെർസ്പെക്റ്റീവാണ് ഇതൊരു റിവോൾട്ടായിരുന്നു. ഓക്കെ, ടെക്നിക്കലി ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലായിരുന്നു. ക്യോങ്കി റാണി ലക്ഷ്മിബായി, നാനാ സാഹിബ്, ബേഗം ഹസ്രത് ബഹൽ അവർ ഇന്ത്യക്ക് വേണ്ടിയല്ലായിരുന്നു ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ വർ ഫൈറ്റിംഗ് ഫോർ ദെയർ ഓൺ കിങ്ഡം. ഓക്കെ, ഇത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം വരും, പക്ഷേ ദീസ് ആർ ദ ഫാക്ട്സ്. സോ അക്കോർഡിംഗ് ടു വീർ സാവർക്കർ, ഓക്കെ, V.D. സാവർക്കർ ബുക്ക് അയാൾ എഴുതിയത് ആണ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ദ കറക്റ്റ് ആൻസർ ഇസ് ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമുക്ക് അത്ര ഡീറ്റെയിലിൽ പോയാൽ മതി, RRB എക്സാമിന് അത്ര മതി. ഓക്കെ, ദെൻ വി ഹാവ് ദി 18th ക്വസ്റ്റ്യൻ. റെപ്രസെൻറ്റേഷൻ ഓഫ് ഇന്ത്യ ഇൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സ്റ്റാർട്ടഡ് വിത്ത് ദിസ് ആക്ട്. ഓക്കെ, ബ്രിട്ടീഷേഴ്സിന് മനസ്സിലാക്കി ഇന്ത്യൻസിനെ അഡ്മിനിസ്ട്രേഷനിൽ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്തു ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാംസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവർ ഡിസൈഡ് ചെയ്തു കി ഇന്ത്യൻസിനെ പാർലമെൻറ്റിൽ എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവർ പിന്നെയും ആ ആക്ട് 1861 ആക്ടിൽ കുറച്ചുകൂടി ലൈൻസ് ഇൻസെർട്ട് ചെയ്തത് കി ഇന്ത്യൻസിനെ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും കൗൺസിൽസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിൽസിൽ. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ദി ആക്ട് ഓഫ് 1861. ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആക്ടാണ്. ഓക്കെ, ദെൻ 19th. വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ അബൌട്ട് ദി റിവോൾട്ട് ഓഫ് 1857? ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ട്രൂ 1857 റിവോൾട്ട് പറ്റി? ഓക്കെ, ദ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ബഹാദൂർ ഷാ ടു ലെഡ് ദ റിവോൾട്ട്. ബഹാദൂർ ഷാ ലെഡ് ദ റിവോൾട്ട്. അത് തെറ്റാണ്. ബഹാദൂർ ഷാ ടു ഓർ ബഹാദൂർ ഷാ ജഫർ അയാളൊരു വീക്ക് ആളായിരുന്നു. വീക്ക് എന്ന് വെച്ചാൽ അയാൾക്കൊരു വയസ്സായി ഉണ്ടായിരുന്നു, ഒരു 60-75 ഇയേഴ്സ് ആയിരുന്നു.
അയാൾ റിവോൾട്ട് ലെഡ് ചെയ്തില്ല. ഓക്കെ, അയാളുടെ സൺ ഭക്ത് ഖാൻ അയാളായിരുന്നു റിവോൾട്ട് ലെഡ് ചെയ്തത്. Then the second option, rebels were all forgiven after revolts. No, that is not true. ഒരു റെബലിനെയും വിട്ടില്ല. ഓക്കെ, ആഫ്റ്റർ 1857 റിവോൾട്ട് മോസ്റ്റ് ഓഫ് ദ റെബൽസ് വെർ എക്സിക്യൂട്ടഡ് ബൈ ബ്രിട്ടീഷേഴ്സ്. ഒത്തിരി റെബൽസിനെ ബ്രിട്ടീഷേഴ്സ് കൊന്നു. അപ്പോൾ ഫോർഗിവൻ ഉണ്ടായിരുന്നില്ല, ഫോർഗീവ് ചെയ്തില്ല ബ്രിട്ടീഷേഴ്സ്. ഒത്തിരി റെബൽസിനെ കൊന്നു, മോസ്റ്റ്ലി ബൈ ഹാങ്ങിങ് ഓർ ബൈ ഫയറിംഗ് സ്ക്വാഡ്. ഓപ്ഷൻ സി, സൗത്ത് ഇന്ത്യ റിമെയിൻ അൺഡിസ്റ്റർബ്ഡ്. ദിസ് ഈസ് ആക്ച്വലി ട്രൂ. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ട്രൂ. ഞാനൊരു മിനിറ്റ് ഇന്ത്യയുടെ ഗ്രാഫ് വരയ്ക്കട്ടെ പിന്നെ. ഓക്കെ, ഇന്ത്യയുടെ ഗ്രാഫ് പിന്നെയും വരയ്ക്കട്ടെ, അപ്പോൾ നമുക്കൊരു പെർസ്പെക്റ്റീവ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ കശ്മീർ. ഓക്കെ, ആസ് യൂഷ്വൽ നമുക്ക് നോക്കാം ഞാൻ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കേണ്ടതെന്ന്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗുജറാത്ത്, പിന്നെ ഇതാണ് നമ്മളുടെ സൗത്ത് ഇന്ത്യ, പിന്നെ ഇതാണ് നമ്മളുടെ ആസാം, മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ് അടുത്തൊക്കെ. പിന്നെ ഇതാണ് നമ്മളുടെ കശ്മീർ. ഓക്കെ, ഇതാണ് നമ്മളുടെ കശ്മീർ. ഓക്കെ, ഇതാണ് റഫ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരു റിവർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു റിവർ ഉണ്ട്, നർമ്മദ എന്ന് പറഞ്ഞിട്ട്. നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവും നർമ്മദ എന്ന് പറഞ്ഞ റിവർ. ഓക്കെ, ഈ നർമ്മദ എന്ന് പറഞ്ഞ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. ഓക്കെ, മധ്യപ്രദേശിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നിയർലി ഇത് ഗുജറാത്തിൽ പോയി ഫിനിഷ് ആവും. ഗുജറാത്തിൽ പോയി ഫിനിഷ് ആവുമെന്ന് വെച്ചാൽ ഗുജറാത്ത് കഴിഞ്ഞിട്ട് ഇത് അറേബ്യൻ സീയിൽ കയറും. ഇതാണ് അറേബ്യൻ സീ, ഇതാണ് ബേ ഓഫ് ബംഗാൾ. ഓക്കെ, അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഫുൾ ഏരിയ, ഓക്കെ, ഫ്രം ഹിയർ ടു ഹിയർ മിക്കവാറും 1857 റിവോൾട്ട്സിൻ്റെ ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. ബട്ട് നർമ്മദ കഴിഞ്ഞിട്ട്, ഓക്കെ, ടെക്നിക്കലി നർമ്മദ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിൽ ഒരു ഫൈറ്റിംഗ് മിക്കവാറും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവിടെ ഫൈറ്റ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. ഓക്കെ, സൗത്ത് ഇന്ത്യ റിമെയിൻ അൺഡിസ്റ്റർബ്ഡ്. ഓക്കെ, നമ്മൾക്ക് ഇത് മാർക്ക് ചെയ്യാം. സൗത്ത് ഇന്ത്യ റിമെയിൻ അൺഡിസ്റ്റർബ്ഡ്. ഓക്കെ, 20th question, last question. The rebel leader executed by British by hanging. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. താന്തിയ തോപ്പെ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, 8th ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അത്. താന്തിയ തോപ്പെ, ഹി വാസ് ദ വൺ ഹു വാസ് എക്സിക്യൂട്ടഡ് ബൈ ഹാങ്ങിങ്. ഓക്കെ, നമ്മൾക്ക് മാർക്ക് ചെയ്യാം ഓപ്ഷൻ ടി. അപ്പോൾ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നമുക്ക് ഇനി നോക്കാം എത്ര ക്വസ്റ്റ്യൻസ് നമ്മളുടെ കറക്റ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ് മി ജസ്റ്റ് ക്ലിക്ക് ഓൺ ഫിനിഷ്. 20 out of 20 നമ്മളുടെ എല്ലാ ക്വസ്റ്റ്യൻസും കറക്റ്റാണ്. എക്സലൻറ്റ്.